അത് തുടക്കം മുതലേ അത്തരം ആശങ്കകളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ധന്യരാജേന്ദ്രൻ അത് പലതവണ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഇപ്പം പെട്ടെന്നുള്ള ഒരു തോൽപ്പിക്കലല്ല. ഈ ജേണിക്കിടയിൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം സ്ത്രീ ആയിട്ടുള്ള ജഡ്ജ് ആയിരുന്നിട്ട് പോലും എനിക്ക് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ഇര പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സാമാന്യ ബുദ്ധി വെച്ചിട്ട് ഞാൻ തിങ്കിങ് അലൗഡ് ഞാൻ ആലോചിക്കുക, അങ്ങനെ ഒരു ഇരയാക്കപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ എന്താണ് എനിക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കാവുന്നത് അല്ലേ ഉള്ളൂ. എനിക്ക് മറ്റ് താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ ഞാൻ എന്തിനാണ് ഞാൻ തന്നെ ഇത് വിധി പറയും എന്ന് പറഞ്ഞത്. എത്ര തവണയാണ് ഇരയാക്കപ്പെട്ട വ്യക്തി ഓൾറെഡി അവർക്ക് ഇരയാക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ട്രോമയ്ക്ക് പുറമെ ഈ ആൾ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി നിൽക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ അവർ തന്നെ അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചത്? അത് തൊട്ട് ഈ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് സൂക്ഷിക്കുക, അതിൻ്റെ ആഷ് വാല്യൂവിൽ മാറ്റം വരിക, ഈ പറഞ്ഞ എന്തിനെങ്കിലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടായോ? ആ പറഞ്ഞ മനുഷ്യരൊക്കെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവരെ ഒന്നും പേരിൽ എന്തെങ്കിലും നടപടി ഉള്ളതായിട്ട് കേട്ടറിവില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ പ്രതികൾക്ക് കുറ്റം ചെയ്യാൻ ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ? ആ മോട്ടീവ് എന്താണെന്നൊരു ചോദ്യമില്ലേ? ഈ 1 മുതൽ 6 വരെ ഉള്ളത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാർ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് നമ്മളുടെ ഇതുവരെയുള്ള ഇത്തരം കേസുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരേ മൊഴിയുടെ പേരിൽ 2 പേരുകൾ വരികയും അതിൻ്റെ അകത്ത് ഒരാളെ മാത്രം ശിക്ഷിക്കുകയും ചെയ്തതാണ് നമ്മൾ ഇതിന് മുമ്പേ ഉള്ള നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത കേസുകളൊക്കെ. ഇനിയും അത് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവരൊക്കെ ജയിക്കുകയും കേരളം തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അത്തരം ആൾക്കാരെ ഇലക്ഷനിൽ ജയിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിരന്തരം തോൽപ്പിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ വിധി ഹൈക്കോടതി സമീപിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 8 വർഷവും ഇത്ര മാസവും ഒക്കെ കഴിഞ്ഞ ഒരാൾ എത്ര എക്സോസ്റ്റഡ് ആയിരിക്കും. അവർ തന്നെ വീണ്ടും ഈ യാത്രയിലേക്ക് നമ്മൾ അവരെ നിർബന്ധിക്കുകയാണ്. പക്ഷേ സർക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണും. ഈ വിധി വന്ന ശേഷം അതിജീവിതം സംസാരിക്കാൻ പറ്റിയിരുന്നോ? അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? വിധിയോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, വിധി വന്നതിന് ശേഷം സംസാരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണ് താല്പര്യം പറഞ്ഞിരുന്നത്. ഈ WCCയുടെ അടുത്ത മൂവ്മെൻ്റ് എന്താണ് ഇതിലുണ്ടാകുന്നത്? 12-ാം തീയതി വേർഡിക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞ്. അത് ഏതെങ്കിലും ലോയേഴ്സിനെ കൊണ്ട് അത് കറക്റ്റായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ഇരിക്കും. ഏതെങ്കിലും ഗൂഗിൾ മീറ്റോ മറ്റോ വെച്ചിട്ട് എല്ലാവരും അതെന്താണ് അതിൽ കൂടെ ഒന്ന് നമ്മൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുപോലെ തന്നെ കുറച്ച് സമയമെടുത്ത് നമ്മൾക്ക് അതിനോടുള്ള നമ്മളുടെ പ്രതികരണം നമ്മളുടെ പേജിൽ. ഈ സിനിമയിലാണ് അധികാരത്തിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു എലമെൻ്റ് ഇതിൽ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമാണല്ലോ. കാരണം ഈ പരാതി പറഞ്ഞ ആളുടെ കൂടെ അംഗമായിട്ടുള്ള ഒരു സംഘടന അടിയന്തര യോഗം കൂടുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സംഘടന ആരുടെ കൂടെ ആയിരുന്നു എന്ന്. ഇതിൽ നിഷ്പക്ഷമല്ല എന്ന് അവർ പലതവണയായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അവരിപ്പോഴും അത് കാണിച്ചു. ഇനിയിപ്പം കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ സംഘടനയിലേക്കും മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഈ നടൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അപ്പീലൊക്കെ പോകുന്ന ഘട്ടത്തിലൊക്കെ അതൊക്കെ അതിനെ ബാധിക്കും ഭാവിയിലേക്കുള്ള പോരാട്ടത്തെ? അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും ഇവിടുത്തെ പ്രബലരായിട്ടുള്ള മനുഷ്യരൊക്കെ അവിടെ പോയി കണ്ടതാണല്ലോ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുറ്റവിമുക്തനാണല്ലോ സാങ്കേതികമായിട്ടാണെങ്കിലും. നേരത്തെ അങ്ങനെ അല്ലല്ലോ. പ്രതിസ്ഥാനത്താണ് എന്ന് പറഞ്ഞപ്പോഴും എല്ലാ സപ്പോർട്ടുമായിട്ട് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തതാണല്ലോ. അപ്പം അവർ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണല്ലോ. ഈ നമ്മളൊരാളെ ജയിലിൽ കാണാൻ പോകുന്നു എന്ന് പറയുന്നത് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പരാതിപ്പെട്ട ആളെ അതെത്ര തകർക്കും, മുറയിൽ എത്ര തകർക്കും, നിഷ്പക്ഷമല്ല എന്നും ഞങ്ങളൊക്കെ ഇവരുടെ കൂടെയാണ് എന്നുമൊക്കെയുള്ള വലിയ പരസ്യ പ്രഖ്യാപനങ്ങളായിരുന്നു അതൊക്കെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആദ്യ പ്രതികരണം തന്നെ ദിലീപിൻ്റെ വന്നത് ഈ ഒരു ഇത് വന്നതിന് ശേഷം കോടതിയിൽ. ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കമ്മ്യൂണിക്കേഷനാണ് പഠിപ്പിക്കുന്നത്. അതിൽ വേർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനേക്കാളും എത്രയോ കൂടുതലാണ് നോൺ വേർബൽ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്ന് കോടതി പരിസരത്ത് നിന്നിട്ട് ഇത്രയും കൊല്ലത്തെ ഫൈറ്റിന് ശേഷം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ അനാവശ്യമായിട്ട് വലിച്ചഴക്കപ്പെട്ടതിൻ്റെ പേരിലാണ്
ഈ 9 കൊല്ലവും അനുഭവിച്ചത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കുമോ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പരിമിതമായ കമ്മ്യൂണിക്കേഷൻ്റെ അറിവ് വെച്ചിട്ട് പറയാണ്. അത് രണ്ടാമത് എന്നെ സംബന്ധിച്ച് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഓവർവെൽംഡ് ആയിരുന്നില്ല, ഇമോഷണൽ ആയിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ അകത്തുനിന്ന് കുറ്റവിമുക്തനായതിനെ പറ്റിയിട്ടുള്ള വലിയ അതായത് ആ ഇമോഷനൊന്നും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. അത്ര സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടറുള്ള ആളായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പ്ലാൻ ചെയ്ത് വന്ന് പറഞ്ഞ പോലെ തോന്നി. കാരണം തുടക്കത്തിൽ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അതൊരു പ്ലാൻ ചെയ്ത് വന്ന് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിധി എന്ന് കരുതി പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, പ്ലാൻ ചെയ്ത് വന്ന് പറയുന്നതല്ല. അദ്ദേഹം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മീഡിയ അവരെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഈ നമ്മൾ സ്ഥിരമായിട്ട് കുറേ കാലം നടന്ന കേസിന് ശേഷമുള്ള വിധി പ്രസ്താവത്തിൻ്റെ സമയത്തുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നടന്മാരൊക്കെ നല്ല ഒബ്സർവിങ് കഴിവുള്ള ആൾക്കാരായിരിക്കണം എന്നാണ്. അത്തരം കേസുകളിൽ എങ്ങനെയാണ് വിധി പറയുന്ന ദിവസം ഇതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പെരുമാറുക എന്നുള്ളതിൻ്റെ ഒരു ഹോംവർക്ക് ശരിക്കും ചെയ്താൽ നല്ലതായിരുന്നു. കാരണം അത്തരമല്ല ഞാൻ കണ്ടതിൽ. ഇനി പലരും മനുഷ്യരായതുകൊണ്ട് പല വ്യത്യാസമുള്ള ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ടാവും. എന്തായാലും എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പരിമിതമായ അറിവ് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ ക്രൂശിക്കപ്പെട്ടതായിട്ടും അദ്ദേഹത്തിനെതിരെ നടന്നൊരു ഗൂഢാലോചനയിൽ നിന്ന് ഒടുവിൽ രക്ഷപ്പെട്ടതായിട്ടും ഒന്നും ആ റിലീഫൊന്നും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ കണ്ടില്ല.